ആർക്കാ സൺഡേ പണിയെടുക്കാൻ ഇഷ്ടം? എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടു വർക്ക് ഓൺ സൺഡേ. ഐ ഡോണ്ട് ഈവൻ ലൈക്ക് ടു കുക്ക് മൈ ഫുഡ് ഓൺ സൺഡേ. ബട്ട് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ ഇസ് റിയലി എക്സ്പെൻസീവ്. ചുമ്മാ എന്തെങ്കിലും ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയിട്ട് മെനു കാർഡ് നോക്കുന്നേക്കാളും ഒരു 50 റുപ്പീസ് എങ്ങനെ പോയാലും എക്സ്ട്രാ ഉണ്ടാവും. അത് പോരാഞ്ഞിട്ട് ഡെലിവറി ചാർജ്, ഹാൻഡ്ലിങ് ഫീ, പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് വേറെ. അപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ അങ്ങ് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുക്ക് ചെയ്യണം. ബട്ട് നമ്മൾ ലേസിയാണ്. സോ വാട്ട് വി വിൽ ഡു? വിൽ കുക്ക് ഇഡ്ലി ഉത്തപ്പം വിത്ത് സം ടൊമാറ്റോ സോസ്. Not sauce, chutney. I don't like sauce. I like chutneys more. So I want to do this transition. I'll put this here. I'll tap on this and it will become, you know, right? Okay. So transition time. So we don't have a lot of plate. We'll have to adjust with this one. This is my plate for chopping vegetables. This is my plate for eating. So this is my one and only plate. And this tomato, ടൊമാറ്റോനെ പൊട്ടിച്ചേ, ഒണീനെ ടൊമാറ്റോന്നും പൊട്ടിട്ടോ എന്നൊക്കെയാണ് പറയുന്നത്. നന്നായി കണ്ണെരിയുന്നുണ്ട്. തക്കാളി ഏറ്റവും കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കുന്നത് നല്ലത്. കാരണം അല്ലച്ചെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ, തക്കാളി ഇഷ്ടമുള്ളവരാണെന്ന് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരുപാട് ഇഷ്ടമല്ല. അപ്പം ഞാൻ മാക്സിമം മിനി സൈസിലാണ് തക്കാളി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു തക്കാളി ഒരുപാട് വേണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ഊത്തപ്പത്തിലേക്ക് ഇഡ്ഡലി ഊത്തപ്പത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. സ്മോൾ വൺ. ഓക്കെ, I'll keep this aside. Then this one, we are going to make chutney out of it, so it can be big because we are using the മിക്സി. നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള മിക്സി ഉപയോഗിക്കാൻ പോവാണ് ഗൈസ്. So I'll take some chilies also. ഇത് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് ഈ തക്കാളിയുടെ കൂടെ ഇടാം. സെക്കൻഡ് വൺ ചട്നി. ഫസ്റ്റ് വൺ ചട്നിയുടെ ഒപ്പം യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ we can chop it to very small pieces and put it with the uttapam mix. Okay, so like I'll just wash this and come. I want to do a transition of this one too, പക്ഷേ എനിക്ക് മടിയാണ്. I'm lazy. Okay, so I'm not going to chop it into fine pieces because പിന്നെ ഞാൻ മുളക് കടിക്കും. അപ്പോൾ പിന്നെ ഒരു കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. ബട്ട് ഇഫ് യു പുട്ട് ചില്ലീസ് ഇറ്റ് വിൽ ബി എ ഗുഡ് ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇടാതെ കുറച്ച് നമുക്ക് മിനി സൈസ് ചെയ്യാം. ഒരു ഫ്ലേവറിന് മാത്രമായിട്ട്. ലൈക്ക് വെൻ യു മിക്സ് ദീസ് 3 ingredients you will get an extraordinary flavor. ഇതിൽ ഭയങ്കര എക്സ്ട്രോർഡിനറി ഒന്നും ഇല്ല, എനിക്കറിയാം, പക്ഷേ ദിസ് ഈസ് എ ഫ്ലേവർ വിച്ച് ഐ ലൈക്ക് എ ലോട്ട്. സോ ഐ ടുക്ക് ഹാഫ് എ ചില്ലി ആൻഡ് ഐ എം പുട്ടിങ് ഇറ്റ് വിത്ത് ദിസ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വുഡ് ബി ഇനഫ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മിക്സ് ദിസ്. മിക്സ് എടുത്തിട്ട് വരാം. ഫോണിലെ ചാർജില്ല.
ലേശം ഉപ്പിട്ട് വി ക്യാൻ മിക്സ് ഇറ്റ്. നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. കുറച്ചുകൂടിയും ചില്ലി ഇടേണ്ടതായിരുന്നു, ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് വന്നില്ല. സോ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എണ്ണ തടവണം. ഇതിൽ ഓൾറെഡി ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തടവി വെച്ചിട്ടുണ്ട്. സോ ഐ ഹാവ് 2 മിനി ഇഡ്ലി തട്ട്സ്. ഈ രണ്ടിലും അത്യാവശ്യത്തിന് ഞാൻ എണ്ണ ഒഴിച്ചു. ബാക്കി കയ്യിലുള്ള എണ്ണ നമ്മുടെ മിക്സിലേക്ക് അങ്ങ് വെച്ച്. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എൻ്റെ ഫോണിരിക്കുന്നത്, എപ്പോൾ വേണേലും വീഴാം. എന്നാലും നമ്മൾ ഒരു വ്ളോഗിന് വേണ്ടി എന്തൊക്കെ റിസ്ക്കാണ് എടുക്കുന്നത്. കുഞ്ഞിഡ്ലി തട്ടാണ്, സോ കുറച്ച് മതിയാവും. നെക്സ്റ്റ് നമ്മൾ ലേസി ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഓൾറെഡി തക്കാളിയൊക്കെ അരച്ച് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മളൊരു പാൻ വെച്ചു, അതിലേക്ക് ടൊമാറ്റോ അരച്ചത് ഒഴിക്കുക. ഓക്കെ, ഫുൾ ഫ്ലെയിമിൽ നല്ലോണം ഇതിൽ വെള്ളമൊക്കെ അത്യാവശ്യം പോകുന്ന രീതിയിൽ സോർട്ട് ചെയ്യാം. ഏകദേശം ആവാറായി തോന്നിക്കഴിഞ്ഞാൽ ഇത് നൈസായിട്ട് സൈഡിലേക്ക് മാറ്റാം. സൈഡിലേക്ക് മാറ്റിയിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇടയിൽ ചാർജ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അപ്പോൾ ഞാൻ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു ഫോൺ ചാർജിന് വെച്ചിട്ട്. നമ്മൾ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ലേശം ഉപ്പും മുളക് പൊടിയും ഇട്ടു. എന്നിട്ട് നന്നായി സോർട്ട് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയിൽ ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഇഡ്ഡലി ആക്ച്വലി സെറ്റായിട്ടുണ്ട്. ബാക്കി വന്നത് ഞാനിവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു പ്ലേറ്റ് മാറ്റി വെച്ചു, നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരണമല്ലോ, വ്ളോഗ് എടുക്കണമല്ലോ. സോ വി ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ്. ആൻഡ് പൂ പോലെ ഇഡ്ഡലി ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ പ്രിറ്റി ഗുഡ്. നന്നായിട്ട് വരുന്നുണ്ട്, ഒട്ടി പിടിക്കുന്നില്ല, കാരണം നമ്മൾ എണ്ണ വാരി കോരി തേച്ചായിരുന്നല്ലോ. സി, സ്മോൾ സ്മോൾ. വീണ്ടും ആൻഡ് ടാഡാ, നമ്മളൊരു സെറ്റും കൂടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അരേ വാ. സോ അടുത്ത സെറ്റും വെച്ചിട്ടുണ്ട്. അത് മറ്റേ വലിയ തട്ടിൽ വെച്ചിട്ടുണ്ട്. എനിക്കെന്തായാലും ഈ 6 മതിയാവും, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വരും തോന്നുന്നില്ല. നമ്മുടെ പ്ലേറ്റിങ്ങും സീസണിങ്ങും ഒക്കെ കഴിഞ്ഞു, ഇനി ഡയറക്റ്റ് ഈറ്റിംഗ് ആണ്. സോ ലേസി സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഒന്നുമില്ല, ഇഡ്ഡലി മാവ് ദോശമാവ് എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ സവാള തക്കാളി ഊത്തപ്പം പരുവാക്കണമെന്നില്ല. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താക്കിയതാണ്. തക്കാളി ഉണ്ടെങ്കിൽ ജസ്റ്റ് തക്കാളി മിക്സിയിലിട്ടിട്ട് പച്ചമുളക് അടിക്കുക, നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യുക. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ജസ്റ്റ് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തിയും കിട്ടി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മുടെ സൺഡേ ലേസി ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി. ഇനി ഇതൊന്നുകൂടെ ക്ലീൻ ചെയ്യണം.